ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ നീച്ച് വന്നതും ഒട്ടുമിക്ക പേരും എന്താ ചെയ്യുക? ഞാനാണിച്ച് ഇവിടെ കണ്ണാടി നോക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നീച്ച് വന്നതും ഒന്ന് ജസ്റ്റ് കണ്ണാടി ഒന്ന് നോക്കണം. ഇപ്പോൾ എന്താ പറയുക, നീച്ചിട്ട് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും കണ്ണാടി ഒന്ന് കാണുന്നതാണ് സമാധാനം. രാവിലെ നീച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും ഇല്ല എന്നുള്ളത് പോട്ടെ, നമ്മൾ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ ഫേസും ആ കണ്ണാടിയും ആകെ ഡള്ളായിട്ടിരിക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസം പോയത് തന്നെയാണ്. 2-3 ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ കണ്ണാടിക്ക് എപ്പോൾ നോക്കുമ്പോഴും ആകെ ഒരു ഡള്ളായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ട് ആകെ ഇങ്ങനെ ഒരു കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഇതിനായിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ 3 കണ്ണാടിയാണ് ഉള്ളത്. നമ്മുടെ റൂമിൽ തന്നെ 2 കണ്ണാടി ഉണ്ട്, പിന്നെ അതാ ഉമ്മർത്ത് ഹോളിൽ കുഞ്ഞൊരു കണ്ണാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാനതാ ഒക്കെ ക്ലീൻ ചെയ്തു, 3 ക്ലീൻ ചെയ്തു കേട്ടോ. ഒരു കണ്ണാടി ഞാൻ ഓൾറെഡി ഞങ്ങളുടെ റൂമിലുള്ള കണ്ണാടി ക്ലീൻ ചെയ്യാറുള്ളത് പൗഡർ കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിതാ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാപ്പി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ആവുന്നുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3ാമത്തെ കണ്ണാടിയിൽ ന്യൂസ് പേപ്പർ കൊണ്ടാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ബെസ്റ്റ് റിസൾട്ടായിരുന്നു കേട്ടോ. എത്ര ഡള്ളായിട്ട് പൊടി പിടിച്ച കണ്ണാടി അയച്ചാലും ഈ ഒരു 3 രീതിയിലും ചെയ്ത് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായിട്ടും പോസ്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണാടി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. ആദ്യം നിങ്ങൾ കണ്ട കണ്ണാടിയാണ്. അപ്പോൾ ആ ഒരു പൊടി പിടിച്ച കണ്ണാടി ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ കുത്തൊക്കെ കണ്ടില്ല, അത് ഓൾറെഡി ആ കണ്ണാടിയിൽ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഒടിച്ചാലും പോവില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഇത്രയും നല്ല ക്ലിയർ ആയ സ്ഥിതിക്ക് 2-3 ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് മോശമില്ല. അപ്പോൾ 2-3 പിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതാ ഞാൻ കിടക്കൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എത്ര നേരത്തേക്കാണെന്ന് അറിയില്ലായിരുന്നു, നമ്മുടെ കുഞ്ഞാറ്റല്ലേ കിടക്കണത്. അതൊക്കെ ആകെ വലിച്ച് വാരിയിടും. കുട്ടികളുള്ള വീട്ടിൽ ഒട്ടുമിക്ക വീടുകളിൽ ഇങ്ങനെ തന്നെ ആവില്ല. നമ്മളിപ്പോൾ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് വെക്കുമ്പോൾ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നിൽക്കുമെന്ന് തന്നെ അറിയില്ല. നമ്മളിപ്പോൾ ബെഡൊക്കെ നീറ്റാക്കി അതുപോലെ തന്നെ തുണികളൊക്കെ മടക്കി വെച്ചാലും അവരത് വന്ന് ഒക്കെ വലിച്ചു വാരിയിടും. അതുപോലെ തന്നെ നമ്മുടെ സനു ആയാലും അവളുടെ കളർ പെൻസിലും അവളുടേതായ ഓരോരോ സാധനങ്ങൾ വലിച്ചു വാരി എടുക്കും. നമ്മൾ എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല. ഞാനിത് ഒട്ടുമിക്ക പേര് യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ കാണാറുണ്ട്, ഇങ്ങനെ കുട്ടികളുടെ വീട്ടിൽ അങ്ങനെയല്ല, നമ്മൾ വൃത്തിയാക്കിയാൽ വൃത്തിയാവും എന്നൊക്കെ. പക്ഷെ അതൊക്കെ എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എന്തായാലും അങ്ങനെ നടക്കാറില്ല. നമ്മളിപ്പോൾ ഒരു ഭാഗം എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരേണ്ട താമസമില്ല, അപ്പോഴേക്കും വൃത്തികേടാക്കും. പിന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ട് അതുപോലെ തന്നെ കിടക്കണമെങ്കിൽ നമ്മുടെ മക്കൾ വലുതാവണം. ഇപ്പം അവർ ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ അവർ കളിക്കുന്നിടത്ത് അവിടെയും ഇവിടെ ഓരോ കളിപ്പാട്ടിടലും അത് ഒതുക്കി വെച്ചാലും പിന്നെ അവരത് കൊടുന്ന് വലിച്ചിടും. അങ്ങനെയാണ്. ഇവരൊന്ന് വലുതാവുന്നത് വരെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതൊക്കെ പോട്ടെ, ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട് എത്ര വൃത്തിയാക്കി ഇട്ടാലും നമ്മൾ ആരെങ്കിലും വരുന്ന ടൈമിലാവട്ടെ വീട് ആകെ അലങ്കോലമായിട്ട് കിടക്കുക. എന്താ പറയുക, ഇപ്പോൾ രാവിലെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ പോയാലും വരുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ കല്യാണം ക്ഷണിക്കാനോ അതല്ല വേറെ എന്തെങ്കിലും വിളിക്കാനോ ആരെങ്കിലും വരികയാണെങ്കിൽ ആ സമയത്തൊക്കെ കാണാൻ നമ്മുടെ കുഞ്ഞാറ്റ കഞ്ഞിയും അതും ഇതൊക്കെ കളഞ്ഞിട്ട് ആ ടൈമിലായിരിക്കും ആരെങ്കിലും വരിക. അങ്ങനത്തെ അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ അങ്ങനത്തെ അനുഭവം എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫുൾ അലങ്കോലായ സമയത്താണ് ആരെങ്കിലും വരിക. അടയ്ക്ക് കുഞ്ഞാറ്റേ, അടച്ചടച്ച. ഫ്രിഡ്ജ് പിന്നെ നമ്മുടെ മെയിൻ ടാർഗറ്റാണ്. ഫ്രിഡ്ജിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കുന്ന സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്കും അങ്ങനെയാണ് കേട്ടോ. ഒന്നുമില്ല എന്നറിയെങ്കിൽ പോലും അതിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ സ്വഭാവം എനിക്കുണ്ട്. ആകെ ആ ഫ്രിഡ്ജിലുണ്ടാവുക എന്തെങ്കിലും തട്ടിക്കൂട്ട് പച്ചക്കറികളായിരിക്കും. പിന്നെ എന്തെങ്കിലും നമ്മളിപ്പോൾ തലേ ദിവസം എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഫ്രിഡ്ജിലുണ്ടാവുക. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അറിയെങ്കിൽ പോലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാനിതാ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് മുട്ട കൊത്തി വറുത്തിട്ട് അതിൽ മുരിങ്ങയില എണ്ണയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. എല്ലാവരും കൂടി കെട്ടി ഒരുങ്ങിയിട്ട് എങ്ങോട്ടാന്നല്ലേ, നമ്മുടെ ഇവിടെ ഇലക്ഷനാണ്. നമ്മുടെ ഈ ഒരു 3-4 സ്ഥലത്ത് മാത്രമേ ഇലക്ഷൻ ഉള്ളൂ എന്ന് തോന്നുന്നു. പാലക്കാട്, വയനാട്, അതുപോലെ തന്നെ ചേലക്കര. ഇത് രസമുണ്ടല്ലോ. എവിടേക്കാ പോണേ? അവിടെ വോട്ട് ചെയ്യാൻ പോവാണ്. രമ്യ ചേച്ചിക്ക് പ്രതിഭ
18 വയസ്സാവട്ടെ. 18 വയസ്സാവട്ടെ. ഒരു മൂന്നാളും സാനുദ റോട്ടിൽ കൂടെയൊക്കെ പാട്ടും അതുപോലെ ബോർഡൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ ഓരോന്നിങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ പറയും കേട്ടോ, ഞാൻ പ്രദീപിന് ഓട്ടി, രമ്യ ചേച്ചി ആരൊക്കെ ഉണ്ട് അവരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അവൾ ഓട്ടി എന്ന് പറയാറുണ്ട്. അവിടെ പോയപ്പോൾ അത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പൈങ്കുളം സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇലക്ഷൻ നടക്കുന്നത്. ഏട്ടൻ രാവിലെ നേരത്തെ പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഞ്ഞാറ്റ കയ്യിലുള്ള കാരണം വേഗം വോട്ട് ചെയ്യാൻ പറ്റി. കുട്ടികൾക്കും അതുപോലെ ഗർഭിണികൾക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രായമായവർക്കൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പൈങ്കുളം സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു സ്കൂളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നെങ്കിലും എനിക്ക് സങ്കടം വരാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ പഠിച്ച ഓർമ്മയ്ക്ക് പോലും ഒരു ക്ലാസ് റൂമുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളും അടിപൊളിയാക്കിയിട്ടുണ്ട് സ്കൂള്. പക്ഷെ എന്താ പറയുക, ഞങ്ങളുടെ പഴയ ഓർമ്മയ്ക്ക് ഞങ്ങൾക്കൊന്നും ഓർക്കാൻ പോലും ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ പിള്ളേർക്ക്, ഇന്നത്തെ തലമുറകൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ഈ സ്കൂള്. അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്തായാലും അവിടെ ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷനും പാർക്ക് പോലെ പിള്ളേർക്ക് ചെറിയ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റിയും സനിയൊക്കെ അതിൽ ഫുള്ളായിട്ട് കളിക്കുകയായിരുന്നു. തിരക്കുള്ള കാരണം അമ്മമാരെല്ലാവരും വരിയിൽ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വേഗം വോട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് നമ്മുടെ പൈങ്കുളം സ്കൂളൊക്കെ ഒന്ന് നടന്ന് ചുറ്റി കാണാൻ പറ്റി. ഒരു 10 മിനിറ്റോളം ഞങ്ങൾ ആ പൈങ്കുളം സ്കൂളിൻ്റെ ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കി നടക്കുക തന്നെയായിരുന്നു കേട്ടോ. എല്ലായിടത്തു കൂടിയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ ഞങ്ങൾ സിപ്പപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വോട്ട് ചെയ്ത് വന്നതും പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് പോവുക എന്നുള്ളത്. ഏട്ടൻ്റെ ഫ്രണ്ടിനെ വയ്യായിരുന്നു. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അരുണേട്ടൻ തന്നെ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടി ഉണ്ട്, കുട്ടികളെ തന്നെ വീട്ടിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മമാർ വോട്ട് ചെയ്ത് വരാത്ത കാരണം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങാടിപ്പുറത്താണ് കേട്ടോ മേമയുടെ വീട്. അപ്പം മേമയ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ 1:30 ടൈം. അപ്പോൾ പറഞ്ഞു 2 മണിക്ക് ട്രെയിൻ ഉണ്ട്, വേഗം ഇറങ്ങിയ ട്രെയിന് കിട്ടും, 2:45 ആകുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ട് നമ്മൾ വേഗം പോയിട്ടുണ്ടായിരുന്നു. ട്രെയിന് കിട്ടുകയും ചെയ്തു. ട്രെയിന് കിട്ടി. പിള്ളേർ 2 പേരെയും മേമയുടെ വീട്ടിലാക്കി. അങ്ങാടിപ്പുറമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 ആളും അവിടുന്ന് ബസ്സിൽ കയറി ഏട്ടൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് 5 മണിക്കാണ് കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ടിനൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ബസ്സിൽ കയറി അങ്ങാടിപ്പുറം ഇറങ്ങി വരുന്ന വഴിക്ക് ഞങ്ങളൊരു സിപ്പപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സിപ്പപ്പ പറഞ്ഞിട്ട് മഞ്ചാടി തന്നു കേട്ടോ. വേരാ അത് കുഴപ്പമില്ല അല്ലേ? ഇതെന്തോ പോലെ ഉണ്ട്. ഏയ് ഇതിൻ്റെ ഒക്കെ കഴിക്കാം. വാങ്ങയിൽ ഉപ്പിട്ട് കുത്തിക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിപ്പപ്പ് കഴിക്കുന്നല്ലേ. ആകെ ഞാൻ കഴിച്ചിട്ടുള്ള പിസ്ത സ്ട്രോബെറി ഒക്കെ നോക്കാം. വരുവൊന്നുമില്ല, ഉപ്പാണ് കൂടുതൽ. ഇത് മറ്റേത് പറയില്ലേ, കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരത്തിട്ട് തുപ്പാനും പറ്റില്ല എന്ന പോലെ. പിന്നെ തിന്നും ചെയ്തു, കുഴപ്പമില്ല. സിപ്പപ്പ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു ഏതാ വേണ്ടത്. അപ്പോൾ അവരടുത്ത് ഞങ്ങൾ പറഞ്ഞു കൂടുതലായിട്ട് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതും തരാൻ പറഞ്ഞപ്പോൾ മഞ്ചാടിയാണ് കേട്ടോ തന്നത്. അപ്പോൾ എന്തായാലും ഞാൻ 2 മഞ്ചാടി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഞാൻ ചിക്കുവാണ് വാങ്ങിയത്. എനിക്ക് ചിക്കു കുഴപ്പമില്ലായിരുന്നു തോന്നി. മഞ്ചാടി എന്തോ പോലെ ടേസ്റ്റ് ആയിരുന്നു. ഒരു പുളിയും ഉപ്പും മാങ്ങടി എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ മേമയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ വരുന്ന വഴിക്ക് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. മേമ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റേനെയും സനുവിനെയൊക്കെ മേല് കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നത് മേമയുടെ ചെറിയ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും പാകമായിട്ടുണ്ടായിരുന്നു. സനുവിന് പിന്നെ എല്ലാവരുടെ ഡ്രസ്സും പാകമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയുടെയൊക്കെ ഡ്രസ്സ് എടുത്തിട്ടാണ് സനു ഇടാറ്. ഞങ്ങൾ പോയപ്പോഴേക്കും അവിടെ മേമ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സനുവിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കുഞ്ഞാറ്റിക്ക് ഡ്രസ്സ് മുകളിലത്തെ അത് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമയുടെ ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഡ്രസ്സ് വേണ്ട വരുമ്പോൾ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഈ ഒരു ഓട വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിക്കാനല്ലായിരുന്നു കേട്ടോ, കളിക്കാനായിരുന്നു ഇവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലുണ്ടെന്നത്. ആ കയ്യിലൊക്കെ ഇട്ടിട്ട് ഫുള്ള് കളി തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ നമ്മുടെ വിശേഷം. എന്തായാലും ഞാൻ വോട്ട് ചെയ്തവരെന്നെ ജയിക്കട്ടെ അല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം.